ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയുടെ തമിഴിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഞാൻ സാധാരണ എല്ലാ തവണയും നമ്മൾ പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ ഇത്തവണ ആദവും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കാം, അപ്പോൾ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് ഞാൻ സോസേജ് ഹോട്ട് ഡോഗ് ഞാൻ സാധ്യതയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നന്നാവുമെന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ചെഡാർ ചീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചീസിൻ്റെ സ്ലൈസിൽ ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്, സ്റ്റിക്കിൽ കുത്തിയിട്ട്. ചീസ് പൊടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കതൊരു പെർഫെക്റ്റായിട്ട് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് മൈദമാവ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ അതിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ, ഒരു ടീസ്പൂൺ ഞാൻ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിനകത്തേക്ക് വേണ്ടത് ഒരു മുട്ട വേണം, പാല് വേണം. ഞാൻ കുറച്ച് പാലെടുത്തിട്ടുള്ളൂ, ബാക്കി ഞാൻ വെള്ളം ചേർത്താണ് മിക്സ് ചെയ്തത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് എനിക്ക് ഒരു ഇച്ചിരി എരിവ്, പിന്നെ നമ്മൾക്ക് ഇച്ചിരി മസാലയുടെ ടേസ്റ്റ് കൂടെ വേണമല്ലോ. അപ്പം ഞാൻ ഇച്ചിരി ഗരം മസാല കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗരം മസാല കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പൊക്കെ പോരുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ ബാറ്റർ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റിക്ക് നേരിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിൽ കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ചീസൊക്കെ വെച്ച് ഡിപ്പ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ രീതി എന്നല്ല, ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പം എന്നിട്ട് ഞാൻ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ നാളത്തേക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഫ്രൈഡേ ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ ഹോട്ട് ഡോഗൊക്കെ തലേന്ന് തന്നെ ഞാൻ മാരിനേറ്റ് ചെയ്ത് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഫ്രൈഡേ മോർണിംഗ് ഞാൻ ഏറ്റവും ഫസ്റ്റ് ഞാൻ ക്യാരറ്റ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് പുഡിങ്ങിന് ഞാനൊരു 4 ക്യാരറ്റ്, മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു രീതിയിൽ കനം കുറച്ച് നമ്മൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ തീരെ കനം കുറച്ച് എടുത്തിട്ട് ഒരു 1/2 ലിറ്റർ പാലും ഇച്ചിരി പഞ്ചസാരയും ഇട്ട് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ചൊരു 10 ഗ്രാം ചൈന ഗ്രാസ് ഞാൻ എടുക്കുന്നുണ്ട്. ചൈന ഗ്രാസ് ഞാൻ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. തിളപ്പിക്കാൻ വെച്ച സമയത്ത് തന്നെ ഞാൻ ചൈന ഗ്രാസ് കുതിർക്കാൻ വെക്കുന്നുണ്ട്. അതാകുമ്പോൾ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇപ്പോൾ ഇത് അത്യാവശ്യം നമ്മുടെ പാലൊക്കെ നല്ല തിളന്ന് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് മിൽക്ക് മെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ഫ്ലേവറാണ് പഞ്ചസാരയുടെ ടേസ്റ്റിനേക്കാളും കൂടുതൽ ഇഷ്ടം. അപ്പം മിൽക്ക് മെയ്ഡ് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രം ഇടാം, അതല്ല മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രം ഇടാം. അപ്പം മിൽക്ക് മെയ്ഡ് ഞാൻ അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നത്, അതിൻ്റെ ഫ്ലേവർ ഇച്ചിരി നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുറുകി ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പാലൊക്കെ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം ആ ഒരു ടൈമിന് ഞാൻ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല ഫൈൻ പേസ്റ്റാക്കി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ തിളപ്പിച്ച ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് ഞാൻ അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായിട്ട് ഇപ്പം ഞാൻ ആ ക്യാരറ്റിൻ്റെ പുഡിങ്ങിലേക്ക് ആ ഒരു പേസ്റ്റിലേക്ക് ഞാൻ കുറച്ചായിട്ട് ഒഴിച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഞാൻ ആ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനത് അത്യാവശ്യം ഒന്ന് തണുപ്പ് ആറിക്കഴിഞ്ഞിട്ട് ഞാൻ ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ അടുത്തത് ഞാൻ സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ 5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോളയും ഒരു മീഡിയം ക്യാരറ്റും പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട്, പിന്നെ ഞാൻ ബ്രസ്റ്റ് പീസാണ് ചിക്കൻ്റെ എടുക്കുന്നത്. അതൊരു 2 പീസ്, ഒരു 200-250 ഗ്രാമോളം ഉണ്ടാവും. അതും കൂടെ ഇട്ടിട്ട്
നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 10-25 മിനിറ്റ് മതിയാവും, അതിനുള്ളിൽ ചിക്കനൊക്കെ വെന്ത് കിട്ടും. കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ തിളയ്ക്കുന്ന സമയത്ത് തന്നെ ഞാൻ വേറൊരു പാത്രത്തിനകത്ത് ചിക്കൻ്റെ തന്നെ കുറച്ച് ബ്രസ്റ്റ് പീസ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അത് നമുക്ക് പാസ്തയ്ക്ക് അതുപോലെ തന്നെ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് കുറച്ച് ചിക്കൻ കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല ചിക്കനൊക്കെ നന്നായിട്ട് വെന്തു. അപ്പോൾ അതിനകത്തേക്ക് അതിൽ നിന്ന് ഞാൻ ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് നമ്മളൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്, അതെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഈ സൂപ്പിലേക്ക് നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ചിലർ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുള്ളൂ. ഞാനിപ്പം രണ്ടൊന്നും സെപ്പറേറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഒരു മുട്ട മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്. അതിന് ആവശ്യമായിട്ടുള്ള ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അത് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അത് നന്നായി ചൂടാക്കി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു മിനിറ്റ് അല്ല, ഒരു 10-15 സെക്കൻഡോളം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും ക്യാരറ്റും ക്യാപ്സിക്കവും അതുപോലെ ബീൻസും ഇട്ടിട്ട് ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾക്ക് ചേർക്കേണ്ടത് സോയ സോസാണ്. ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർക്കുന്നുണ്ട്. അതുപോലെ ചില്ലി സോസും 1.5 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വിനെഗർ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് നമുക്ക് ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് തിളപ്പിക്കുക. നന്നായി ഹൈ ഫ്ലെയിമിൽ തീ കൂട്ടി വെച്ചിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഷുഗർ കൂടി ഇട്ടിട്ടുണ്ട്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു 1/2 ടീസ്പൂൺ ഷുഗർ കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ചെറുതായിട്ടൊന്ന് പിച്ചി പറിച്ചിട്ടത് അതിട്ട് കൊടുക്കുക. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. പിന്നെ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന മുട്ട കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുക്കുന്ന കൂടുതൽ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൂടെ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ മിക്സ് ചെയ്തത് അതും കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പോരാ എന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ പുളി പോരാന്നുണ്ടെങ്കിൽ കുറച്ച് കൂടെ വിനാഗിരി ഇട്ട് കൊടുക്കുക. എരിവ് പോരാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പാസ്തയ്ക്കായിട്ടുള്ള കുറച്ച് പാസ്ത എടുത്തിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് സവോളയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറുതായിട്ട് സവോള ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴത്തേനും അതിനകത്തേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പിന്നെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ക്യാപ്സിക്കം മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഞാൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണ്ടായിരുന്നു, ഞാൻ അത് മറന്നുപോയി. ഞാനത് അവസാനം മസാല ഇട്ട് കഴിഞ്ഞിട്ടാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ മറന്നുപോയത്. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞിട്ട് തന്നെ ആ കൂട്ടത്തിൽ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ മറന്നു പോയതുകൊണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഇടുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സവോളയും ക്യാപ്സിക്കം ഒക്കെ വഴറ്റുന്ന ആ ഒരു ടൈമിന് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ മസാല ഇട്ട് കഴിഞ്ഞിട്ടാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ പിന്നെ ഞാൻ അത് ഇട്ടിട്ട് ഒരു മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾക്ക് വേണ്ടത് നമ്മൾ നേരത്തെ കുറച്ച് തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കനാണ്. ഞാനിവിടെ ചിക്കൻ എടുക്കുന്നത്. നിൽക്കുവാണെങ്കിൽ എഗ്ഗ് എടുക്കാം, അതല്ല ബീഫ് എടുക്കാം, എന്തെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിപ്പം ചിക്കൻ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതേപോലെ ചെറുതായിട്ട് പിച്ചിപ്പറിച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു 200 ഗ്രാമോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ നോക്കണം. ഒന്നെങ്കിൽ 2 സ്പൂൺ വെച്ചിട്ട് പയ്യനെ ഇളക്കുക. പിന്നെ ഇതിലേക്ക് വന്ന ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് നമ്മൾ മയണൈസാണ്. ഞാനിപ്പോൾ 2 മുട്ടയുടെ മയണൈസാണ്. ഒരു മുട്ട മുഴുവനായിട്ട് എടുത്തിട്ട് ഒരു മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ടുള്ള കുറച്ച് 2 വെളുത്തുള്ളി കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മയണൈസാണ്. ഇതാണ് ഈ ഒരു മയണൈസാണ് ഈ ഒരു പാസ്തയ്ക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം 2 സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പാസ്ത ചിലപ്പോൾ നന്നായിട്ട് വെന്ത പാസ്ത ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോവും. എന്നിട്ട് അപ്പം നന്നായിട്ട് മയണൈസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇടാം. അതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പം ഞാൻ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ പാസ്തയുടെ പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇനി ഞാനൊരു മിക്സഡ് നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനൊരു സ്പഗറ്റി എടുക്കുന്നുണ്ട്. അത് വേവിക്കാൻ വെക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി എടുക്കുന്നുണ്ട്. ആയിട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലിലേക്ക് ഒരു 8-9 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടാണ്, എനിക്ക് ഇച്ചിരി ഗ്രീൻ പാർട്ട് കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടത്. പിന്നെ അതിനകത്തേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ബീൻസ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴറ്റി നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കണ പോലെ കുഴച്ചെടുക്കുകയല്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനകത്തേക്ക് നേരത്തെ ഞാൻ മുട്ട, കുറച്ച് പെപ്പർ പൗഡറും ഉപ്പും ഇട്ട് ചിക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് സോയ സോസ് വേണം. ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസ്. നമ്മൾ എടുക്കുന്ന എത്ര ക്വാണ്ടിറ്റിയാണ് അതിനനുസരിച്ച് സോയ സോസ് ചേർക്കണം. പിന്നെ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സ്പാഗറ്റി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ സോയ സോസൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന്, ഇനി പോരാന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വൈകുന്നേരം ഒന്ന് കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് പുഡിങ്ങൊക്കെ സെറ്റായിട്ടിരിപ്പുണ്ട്. ഇതിപ്പോൾ ഞാനെല്ലാം സെർവ് ചെയ്യാണ് നമ്മുടെ ബൗൾസിലേക്ക്. അപ്പം അതെല്ലാം ക്യാരറ്റ് പുഡിങ് ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തു. പിന്നെ ഇതിൽ നിന്നെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹോട്ട് ഡോഗ് സ്റ്റിക്കാണ്, അത് ഞാനൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. അതുപോലെ ടേബിളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സൂപ്പ് ഞാൻ ബൗൾസിലേക്ക് എടുക്കുന്നുണ്ട്. എല്ലാ ഐറ്റംസും ഞാൻ ഇതേപോലെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ തലേന്ന് തന്നെ ബിസ്ക്കറ്റ് പുഡിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങൾ, ഞങ്ങൾക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതുപോലെ വൈനും ഞാൻ ഉണ്ടാക്കിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.